ഇപ്പോൾ കോൺഗ്രസ് DCC വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു കൂടി ചേരുകയാണ്. സുജുട്ടി ബാബു ഒന്ന് ദയവായി തുടരൂ. സുരേഷ് ബാബു, അതായത് പാലക്കാട് നഗരസഭ ഭരിച്ചു കുളമാക്കിയതും അത് വലിയ തിരിച്ചടിയായത് നാം കണ്ടതാണ് BJPയുടെ കാര്യത്തിൽ. ഇപ്പോഴിതാ പന്തളത്തേക്ക് എത്തുമ്പോൾ പാലക്കാടിന് ശേഷമുള്ള ഏക നഗരസഭയാണ് BJPയുടെ. അവിടെയും ഇതാ സംഘർഷങ്ങൾ രൂപപ്പെടുന്നു. ഇത് കേവലം പ്രതിപക്ഷ പാർട്ടികൾ രൂപപ്പെടുത്തിയ സംഘർഷമല്ല. ഒന്ന്, ഭരണസംബന്ധിയായി തന്നെ BJPയുടെ കഴിവുകേട്. രണ്ട്, BJPക്കുള്ളിലെ പോര്, ഗ്രൂപ്പ് പോര്, ഇതൊക്കെയാണ് അതിലേക്ക് നയിക്കുന്നത്. പ്രഭയെ പുറത്താക്കുന്നതിലേക്കൊക്കെ നയിച്ചതും അതാണ്. പ്രഭ ഇടതുപക്ഷം അടക്കമുള്ളവരുടെ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിലേക്ക് നാം കണ്ടു. എന്തൊക്കെയാണ് ഇപ്പോൾ പന്തളം നഗരസഭയിൽ നടക്കുന്നത്? ഈ രണ്ട് രാജി എന്തിനായിരിക്കും? ഒരുപക്ഷെ അധ്യക്ഷയും ഉപാധ്യക്ഷയും പ്രമേയം ചർച്ച ചെയ്യുന്ന ദിനത്തിന് തൊട്ടു മുമ്പ് രാജിവെക്കുന്നു. എന്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. സോറി സുരേഷ് കുമാർ. അല്ല, പന്തളം നഗരസഭ നടന്നുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഭരിക്കാൻ അറിയില്ല. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് താറുമാറാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനമില്ലാതെ ആ പന്തളം നഗരസഭാ പ്രദേശത്തെ ആകമാനം തകർത്തരിപ്പണമാക്കിയ ഒരു ഭരണസമിതി. ആ ഭരണസമിതിക്കെതിരെ ശക്തമായൊരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ആ വികാരത്തിനോടൊപ്പം നിൽക്കുവാനല്ലാതെ അവിടുത്തെ ജനപ്രതിനിധികൾ കഴിയില്ല. അതുകൊണ്ടാണ് ഇവർക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നത്. രാജി അവിശ്വാസത്തിന് മുമ്പ് തന്നെ അവർ രാജിവെച്ചതിന്റെ കാരണം അവർ പരാജയപ്പെടുമെന്ന് കാരണം 9 ഇടതുപക്ഷം, 5 UDF, പിന്നൊരു സ്വതന്ത്രൻ അല്ലേ? അതിന്റെ കൂടെ 3 പേർ, 18-ലുള്ള 3 പേർ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പം 18 പേര് എന്തായാലും 18 പേർ വന്ന് ഇവർക്കെതിരായിട്ട് വോട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കിയോടൊപ്പം അവര് രാജിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ രാജി കൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. പന്തളം നഗരസഭയിലെ BJPയുടെ ഭരണം തീരുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്ട് നഗരസഭയിലെ ജനങ്ങൾ എങ്ങനെ ആ നഗരസഭയ്ക്ക് എതിരായി നിൽക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ശക്തമായ ഒരു വികാരമാണ് പന്തളം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. പന്തളം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു BJPയുടെ പ്രദേശമൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഈ ശബരിമല വിഷയവുമായി രാമഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ആകമാനം വർഗീയമായ ഒരു ചിന്താഗതിയിലേക്ക് അവിടെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ പന്തളം നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നത്. അല്ലാതെ അവിടെ ഒരു BJPയുടെ ഒരു ശക്തമായ കോട്ടയാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു അധികാരം കിട്ടിയിട്ട് ആ അധികാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ഒരു വികസനങ്ങളുമില്ല. എല്ലാ വികസന പ്രവർത്തനങ്ങളും താറുമാറായി. പ്ലാൻ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വിനിയോഗിക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ഇതിനെക്കാട്ടിലൊക്കെ ഉപരി ഈ ഭരണകർത്താക്കളുടെ ധിക്കാരം കൗൺസിലർമാർക്ക് നേരെ, ജനങ്ങൾക്ക് നേരെ, സാധാരണക്കാർക്ക് നേരെ ധിക്കാരപൂർവമായ ഒരു ഭരണം, അതാണ് ഈ പന്തളം നഗരസഭയിലെ BJPയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നത്. തീർച്ചയായും. അതായത് ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ KV പ്രഭ അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്നു നഗരസഭയ്ക്കുള്ളിൽ. അവർ വലിയ വിമർശനം ഉന്നയിക്കുന്നു. BJPയുടെ കെടുകാര്യസ്ഥത അത് രൂപപ്പെടുന്നത് അവരുടെ ഗ്രൂപ്പ് പോരുകളിൽ നിന്നാണ്. BJPയുടെ ഭരണസംബന്ധിയായുള്ള എഫിഷ്യൻസി കുറവ് തന്നെയാണ് പന്തളത്ത് പ്രതിഫലിക്കുന്നത്. ഇത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പ്രതിപക്ഷം അവിടെ അടർത്തിയെടുക്കാനോ മറ്റ് എന്തെങ്കിലും നടത്താനോ പോയിട്ടില്ല. BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ സ്വയം സംവദിക്കുകയായിരുന്നു അവരുടെ പ്രശ്നങ്ങളുടെ കലഹത്തിലേക്ക്, അല്ലേ ശ്രീ സുരേഷ് കുമാർ? അതെ 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 അവിടെ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തതാണല്ലോ. 18 കൗൺസിലർമാരെ കൊടുത്തു. കോൺഗ്രസിന് 5 പേരേ ഉള്ളൂ. ഇടതുപക്ഷത്തിന് CPM-ന് 10-ഉം പിന്നെ ഒരു സ്വതന്ത്രനോട് ചേർത്ത് 9-ഉം പിന്നെ സ്വതന്ത്രനോട് ചേർത്ത് 10 പേരേ ഉള്ളൂ. ഒരു കാരണവശാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭരിക്കാമായിരുന്നു. പക്ഷെ ആ ഭരണം എങ്ങനെ കുളമാക്കണം എന്നുള്ള ചിന്തയായിരുന്നു. പാർലമെന്ററി പാർട്ടി ലീഡർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നഗരസഭാ അധ്യക്ഷ പരസ്യമായി അസഭ്യം പറയുകയാണ്. അതെല്ലാ വീഡിയോകളിൽ കൂടി വന്നതാണ്. പരസ്പരം ഇവർ തമ്മിൽ കലഹിക്കുന്നതും അടികൂടുന്നതും ജനങ്ങൾ കണ്ടതാണ്. എങ്ങനെ ഒരു ഭരണസമിതിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതിന്റെയൊക്കെ പ്രതിഫലനമാണ് ഏറ്റവും അവസാനം നഗരസഭാ അധ്യക്ഷയ്ക്ക് രാജിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ 2020 ഈ ഭരണസമിതി വരുന്നത് മുതൽ ഇത് തുടങ്ങിയതാണ് അല്ലേ ഈ പ്രശ്നങ്ങൾ? ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞതോടുകൂടി തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു അല്ലേ? അല്ല, ഇത് ഭരണത്തിൽ അധികാരത്തിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ഈഗോ ക്ലാഷ് ആണ് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ അല്ല ചെയർപേഴ്സൺ ആക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചത്, മറ്റൊരാളെ ആയിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ പല വിഷയങ്ങൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ അകത്ത് ചെയർപേഴ്സൺ ആക്കാൻ വെച്ചിരുന്ന ആളിന്റെ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പും ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ ഇതിന്റെ ഇടപെട്ട് അവരെല്ലാം ഇതിന്റെ ഉത്തരവാദികളാണ്. ഈ ഭരണം പോകുന്നതിന് ഉത്തരവാദികളാണ്. തീർച്ചയായും ഈ BJPയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിൽ പോലും BJPയുടെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം ഇവിടെ ഉള്ളത്. കാരണം ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ എത്തുന്നു. ഈ 3 വിമതരെ പേടിച്ചുകൊണ്ട് BJP പെട്ടെന്ന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന ദിനത്തിന് തൊട്ടു മുമ്പ് രാജിവെക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ഒളിച്ചോട്ടമല്ലേ?
ശ്രീ സുരേഷ് കുമാർ. രാഷ്ട്രീയ ഒളിച്ചോട്ടം മാത്രമല്ല, ജനങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണിത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ ജനാധിപത്യത്തിൽ എപ്പോഴും ഉള്ളത് എന്താണ്? തെരഞ്ഞെടുപ്പുകളാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് ഭൂരിപക്ഷമാണ് നോക്കുന്നത്. ആ ഭൂരിപക്ഷം നോക്കിയിട്ട് തങ്ങൾക്ക് അധികാരത്തിൽ തുടരാൻ സാധ്യമില്ലെങ്കിൽ രാജിവെച്ചിട്ട് അവരെ അന്തസ്സായിട്ട് അതിനെ നേരിടണമായിരുന്നു, അതിനുശേഷം രാജിവെക്കണമായിരുന്നു. ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടും അത് ഞങ്ങളുടെ പാർട്ടി ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കുമെന്ന് പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അത് കൂടുതൽ വഷളാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയിപ്പോ പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ എന്താവും ഈ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ച സാഹചര്യത്തിൽ? കാരണം ആ ഒരു പ്രമേയം വരികയും അവിടെ ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂചിപ്പിക്കുകയും അതൊരു വലിയ രാഷ്ട്രീയ മാധ്യമ പ്രാധാന്യം ലഭിക്കുകയും അതിനുശേഷം രാജിവെക്കാൻ അല്ലെങ്കിൽ താഴെ വീഴുകയും ചെയ്യുന്നൊരു സന്ദർഭം അത് ഉറപ്പാണ്. ഏതാണ്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് BJPയുടെ തന്നെ നിർദ്ദേശത്തിൽ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെക്കുന്നതെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും തുടർന്നുള്ള നടപടികൾ? അല്ല, ഞങ്ങൾ ഇത് സംഭവവികാസങ്ങളെല്ലാം നോക്കി കാണുകയാണ്. എന്തായാലും ഒരു വർഗീയ ശക്തിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാവുകയില്ല. അത് വളരെ വ്യക്തമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവിടെയുള്ള UDF കൗൺസിലർമാരോട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയ രാഷ്ട്രീയ കക്ഷിയെ അധികാരത്തിൽ കയറ്റുവാൻ ഒരു കാരണവശാലും UDFന്റെ പിന്തുണ ഉണ്ടാകുകയില്ല. ബാക്കി കാര്യങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആലോചിച്ചിട്ട് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് മനസ്സിലാക്കി എന്തായാലും 10-15 ദിവസത്തിനുള്ളിൽ അവിടെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് ചെയ്യും. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ സുരേഷ് കുമാർ.